ഒരു കുപ്പിപ്പാൽ. ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത്. പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു. നല്ല ഗുണനിലവാരമുണ്ടായിരുന്ന ഭക്ഷണവസ്തുക്കളായിരുന്നാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത്. ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആള് കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റിനിലത്തേക്കിട്ടതാണ്. കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത്. പെട്ടെന്നാണത് സംഭവിച്ചത്. ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസിലേക്ക് പടർന്നു. തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വെച്ചിരിക്കുന്ന ജാറിനടുത്തേക്ക് ഓടി. നോക്കുമ്പോൾ ചാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു. എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോഴേക്കും അയാളുടെ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. തലയിലും വയറിലും കാലിലും പൊള്ളിയും മുറിവേറ്റും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ ചെറുതായി കത്തിത്തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല? അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല. താടിക്ക് കൈ താങ്ങി കൊടുത്ത് അയാൾ വിതുമ്പിക്കരഞ്ഞു. നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ? കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ? വെറും ഒരു കുപ്പി പാലുകൊണ്ട് തുടക്കത്തിലെ ചെറിയ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനെന്തൊരു വ്യക്തിയാണ്! പാൽ വിൽക്കാൻ തീരുമാനിച്ചു. വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി. ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ. കൂട്ടുകാരെ, നമ്മളിൽ ചിലർ ഇങ്ങനെയാണ്. സൂചിക്കൊണ്ടിരിക്കുന്നത് തുതുമ്പിക്കൊണ്ടെടുക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല. വെറുതെ വെച്ച് താമസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കാരണങ്ങളുണ്ട്. ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വ്യക്തികളാകും. ഏത് തീരുമാനമെടുക്കാനും നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക. സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ്, വീഴ്ചകളാണ്. തുടക്കത്തിൽ തീ വളരെ ചെറുതാണ്. ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൻ. ഈ ഒരു കുപ്പിപ്പാൽ നമ്മളെ അഡിക്ഷൻ ഇഷ്ടങ്ങളുടേതാണ്. കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽക്കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട്. അത് ആനമണ്ടത്തരമാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ആളെ കാണാൻ പോയിരുന്നില്ലായിരുന്നെങ്കിൽ, അത് അങ്ങനെ തീർന്നില്ലായിരുന്നെങ്കിൽ, ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. സമയം കഴിയുന്ന വേണ്ട വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല. നാളെ ചെറുത ആട്ടക്കഥയിലെ ഉണ്ണിവാര്യരുടെ വിഖ്യാത ചോദ്യം മറക്കാതിരിക്കാം. പദാസം നിശ്ചയം വാർന്നൊഴിഞ്ഞളവു ചെയ്തു ബന്ധ നോക്യമെന്തടോ. വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കട്ടെ. അത് ഉചിതമായ സമയത്ത് തന്നെ എടുക്കണം. സ്നേഹപൂർവ്വം കൊച്ചേട്ടൻ.